ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വിസ്കസ്, സീക്കസ് എന്നീ രണ്ട് സുഹൃത്തുക്കളുടെ കഥയാണ്. വിസ്കസ് നല്ല ഭംഗിയുള്ള സൂത്രശാലിയായ പൂച്ചയാണ്. സ്നീക്കസ് ബുദ്ധിമാനായ എലിയാണ്. നമുക്ക് അവരുടെ കഥയിലേക്ക് പോയാലോ? മലയുടെ താഴ്വാരത്തിൽ അതിവിശാലമായ നിഗൂഢത നിറഞ്ഞൊരു ഗ്രാമം. കാഴ്ചയിൽ ശാന്തത തോന്നുമെങ്കിലും എന്തൊക്കെയോ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലം. ഈ ഗ്രാമത്തിന്റെ പ്രധാന വഴിയിലൂടെ നടന്നു പോയാൽ എത്തിപ്പെടുന്നത് വിശാലമായ പുൽമേടിലാണ്. അവിടെ വിസ്കസും സീക്കസും വളരെ സന്തോഷത്തോടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ നല്ല കൂട്ടുകാരാണ്. അവർ കളിച്ചുകൊണ്ടിരിക്കെ അവരുടെ കയ്യിലുണ്ടായിരുന്ന വൂളൻ ബാൾ ഉരുണ്ട് താഴേക്ക് വീണു. അതെടുക്കാനായി അവർ രണ്ടുപേരും താഴേക്ക് ഓടി. വൂളൻ ബാൾ മായി തിരികെ വരുമ്പോഴാണ് അരുവിക്കമീതെയായി കിടക്കുന്ന മരത്തിന്റെ പാലം അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ അവർക്കൊരാശ തോന്നി. ആ പാലം മുറിച്ച് അപ്പുറത്തുള്ള വനത്തിലേക്കൊന്ന് പോകാൻ. അവർ രണ്ടുപേരും പതുക്കെ പാലം മുറിച്ചു കടക്കാൻ ശ്രമിച്ചു. വളരെ പഴക്കമായ പാലമായതുകൊണ്ട് തന്നെ അതിന് വലിയ ബലമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചുകൊണ്ടായിരുന്നു അവർ പാലം മുറിച്ചു കടന്നത്. കാട്ടിൽ പ്രവേശിച്ചതും പെട്ടെന്ന് തന്നെ അവർ ഒരു അത്ഭുത ലോകത്ത് എത്തിയതായി തോന്നി. എവിടെയും നിശബ്ദം, കാഴ്ചയിൽ വളരെ മനോഹരമായ സ്ഥലം. ഉയർന്ന് പന്തലിച്ചു നിൽക്കുന്ന വനങ്ങൾ വെളിച്ചത്തെ ഉള്ളിലേക്ക് കടത്തിവിടാത്ത തരത്തിൽ ഇലകൾ കൊണ്ട് അന്തരീക്ഷം മൂടിയിരുന്നു. അരുവിയിൽ നിന്ന് ഒഴുകുന്ന വെള്ളത്തിന്റെ ശബ്ദവും കുയിലിന്റെ ശബ്ദവും കൊണ്ട് അവിടം മനോഹരമായിരുന്നു. ഈ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് നടക്കുകയാണ് വിസ്കസും സീക്കസും. അങ്ങനെ അവർ കാടിന്റെ ഒത്ത നടുവിലുള്ള പന്തലിച്ചു കിടക്കുന്ന ഓക്കുമരം കണ്ടു. ഒരുപാട് ചില്ലകളുള്ള ഓക്കുമരം ഒരുപാട് കിളികൾക്ക് വീടായിരുന്നു. ഈ കാട്ടിലെ ഏറ്റവും പ്രായം ചെന്ന മരമായിരുന്നു ഓക്കുമരം. അതിലെ താമസക്കാരനായിരുന്നു ഒലീവർ എന്ന മുത്തശ്ശിമൂങ്ങ. ആ കാടിനെ കുറിച്ച് എല്ലാം അറിയുന്നത് ഈ മുത്തശ്ശിമൂങ്ങയ്ക്കാണ്. മൂങ്ങ മുത്തശ്ശി വളരെ ദൂരെ നിന്ന് തന്നെ സീക്കസിനെയും വിസ്കസിനെയും കണ്ടിരുന്നു. വിസ്കസും സീക്കസും ആ ഓക്കുമരത്തിന്റെ അടുത്തെത്തിയപ്പോൾ മൂങ്ങ മുത്തശ്ശി പാറി താഴെയുള്ള ഒരു തടി കഷ്ണത്തിൽ വന്നിരുന്നു. വിസ്കസും സീക്കസും കുറേ ദൂരം സഞ്ചരിച്ചിട്ട് ആരെയും അവർക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. ആ സങ്കടത്തിൽ നടക്കുമ്പോഴാണ് മൂങ്ങ മുത്തശ്ശിയെ കാണുന്നത്. അപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. അപ്പോൾ മൂങ്ങ മുത്തശ്ശി അവരോടായി ചോദിച്ചു, എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ സീക്കസ് മറുപടി പറഞ്ഞു, പുൽമേടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൂളൻ ബാൾ കയ്യിൽ നിന്ന് താഴേക്ക് ഉരുണ്ടു വീണു. അതെടുക്കാൻ ചെന്നപ്പോഴാണ് ആ പഴയ പാലം കണ്ണിൽപ്പെട്ടത്. അതിൽ കയറാൻ ഒരു ആഗ്രഹം തോന്നി. അങ്ങനെയാ ഞങ്ങൾ ഇവിടെ എത്തിയത്. പെട്ടെന്ന് വിസ്കസ് മൂങ്ങ മുത്തശ്ശിയോടായി ചോദിച്ചു. അപ്പോൾ മൂങ്ങ മുത്തശ്ശി മറുപടി പറഞ്ഞു, ഇതൊരു മാന്ത്രിക പുസ്തകമാണ്. ഇതിൽ ഒരുപാട് ഒളിഞ്ഞിരിക്കുന്ന നിധികളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ സീക്കസ് ചോദിച്ചു, എന്നിട്ട് ആരെങ്കിലും നിധി തേടി പോയോ? അപ്പോൾ മൂങ്ങ മുത്തശ്ശി മറുപടിയായി പറഞ്ഞു, നിധി തേടി പോയിട്ടുണ്ടെന്നോ? ഈ കാട് ഇങ്ങനെ ശൂന്യമായിരിക്കാൻ തന്നെ കാരണം ഇവിടെയുള്ള എല്ലാ ജീവികളും നിധി തേടി പോയതുകൊണ്ടാണ്. പിന്നീട് മൂങ്ങ മുത്തശ്ശി ഒരുപാട് കഥകൾ ഇവർക്കായി പറഞ്ഞു കൊടുത്തു. പിന്നീട് വിസ്കസും സീക്കസും ആ കാട്ടിൽ നിന്നും മടങ്ങി. വീട്ടിലെത്തിയ സീക്കസ് എല്ലാവരും ഒന്നിച്ചു കൂടിയിരിക്കുമ്പോൾ സീക്കസ് എല്ലാവർക്കുമായി മൂങ്ങ മുത്തശ്ശി പറഞ്ഞ കഥ പറഞ്ഞു കൊടുത്തു. കൂട്ടുകാരെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത കഥയുമായി വീണ്ടും കാണാം. ബൈ ബൈ.